ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ വേട്ടയിൻ സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ അതിന്റെ ടീസർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ടീസറിനകത്ത് അനിയുടെ അനിരുദ്ധിന്റെ ആ ഒരു ബീജം ഇട്ട് പെട്ടപ്പച്ചപ്പോ വേറെ ലെവൽ തന്നെയായിരുന്നു. സോങ് അടിപൊളിയായിരുന്നു. നമുക്ക് ആ ഈ എന്തായിരുന്നു ഒരു പടം ഉണ്ടായിരുന്നില്ല ഇതിനു മുമ്പുള്ള ജയിലറിനകത്ത് ടൈപ്പ് ഒരു സോങ് വന്നായിരുന്നു. അത് കിടിലൻ സോങ് ആയിരുന്നു. പിന്നെ അതിനകത്തുള്ള സോങ് നമുക്കറിയില്ല, മറ്റേ ആ മനസ്സിലായുള്ള ആ ഒരു സോങ് ഭയങ്കരമായിട്ട് വൈറലായിരിക്കുകയാണ്. എനിക്കൊന്നത് കൂടുതലും കേരളത്തിലാണ് ആ ഒരു സോങ് തരംഗമായി മാറിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കാസ്റ്റിംഗ് ആണ് നമ്മളെ ഞെട്ടിച്ചു പറഞ്ഞത്. എന്ന് വെച്ചാൽ അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, നമ്മുടെ മഞ്ജു വാര്യർ, സാബു മോൻ, അങ്ങനെ ഭയങ്കര ഒരു ലിസ്റ്റ് തന്നെയാണ് ഈ ഒരു സിനിമയിൽ കാസ്റ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇതിന്റെ ട്രെയിലർ കണ്ടാൽ നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കാം. നമുക്ക് നേരെ ട്രെയിലർ കണ്ടു നോക്കാം. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് അല്ലേ உடனே குடிக்கணும், என்ன வேணாலும் ஆக்ஷன் எடுத்துக்கங்க. It was a brutal murder, sir. இதுதான் கிரிமினலோட ஐடென்டிட்டின்னு எதையும் ஐசோலேட் பண்ணி சொல்ல முடியல சார். உங்களால லா அண்ட் ஆர்டர் மெயின்டைன் பண்ண முடியலன்னா எல்லாரும் ரிசைன் பண்ணிட்டு போங்கயா. ஒரு வாரத்துல என்கவுண்டர் பண்ணியா? தேவையில்லை சார். അങ്ങനെ ஒரு வாரம் அதிகம் 3-4 டிபார்ட்மெண்ட்டுக்கு நல்ல பேர் வரும். നാടകനല്ലേ സൂപ്പർ സ്റ്റാർ, Justice delayed is justice denied. മെഗാസ്റ്റാർ. Justice hurried is justice buried. நேரத்தோட மதிப்பு தெரிஞ்ச ஒருத்தன் தான் சாதிக்க முடியும். റാണ திருடனா கொஞ்சம் மூளை இருந்தா போதும். குற்றங்கள் தொட்டுதாய் மாதிரி அதை உணர விடக்கூடாது சார். அவன் கிட்ட வக்கீல் படையே இருக்கு. அவன் நெட்வொர்க்ல 2000 பேருக்கு மேல இருக்காங்க. இவ்வளவு பெரிய போலீஸ் ஃபோர்ஸ் வெப்பன்ஸ் பவர் இருந்தும் ஒரு கிரிமினல் அக்யூஸ் பண்ணிட்டு இருக்காங்க சொன்னா அந்த போலீஸ் சரியா வேலை செய்யலன்னு அர்த்தம். சும்மா பேசுறது இந்த ப்ராஜெக்ட் இல்ல, அவனை தூக்குவா காட்டே. அநீதியாலே அநியாயம் நடக்கும்போது போலீஸ் அமைதியா இருக்கிறத விட அதிகாரத்தை கைது தப்பில்லை ஜட்ஜ் சார். ഫൈറ്റ് ഒക്കെ കിടന്നേ. പകലിന്റെ അടിക്കുന്നുണ്ട്. நீங்க என்ன எந்த போஸ்ட தூக்கி அடிச்சாலும் நான் அதே போலீஸ்காரன் தான். என்கிட்ட இருந்தவனை யாராலையும் காப்பாற்ற முடியாது. എൻകൗണ്ടർ വീട് തുടങ്ങിയപ്പോൾ നമ്മുടെ ഫഹദ് ഫാസിലിന്റെ പേര് പറയാൻ വിട്ടുപോയി. നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത് ആ ഒരു പേര് പറയാം. എന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ ആ ടീസർ കണ്ടപ്പോൾ തന്നെ നടന്നു വരുന്ന 2 സീനാണ് കാണിച്ചത്. പക്ഷെ അതിനകത്ത് തന്നെ ഭയങ്കര ഒരു പുതുമ, അല്ലെങ്കിൽ നമ്മൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സിനിമ അറിയാം, ഓരോ പടവും വ്യത്യസ്തമായി വരുന്നു. അപ്പൊ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പാട്ട് തോന്നിയത്. പിന്നെ നമ്മൾ ട്രെയിലറിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇത് സാധനം തന്നെയാണ്. നമ്മള് ടീച്ചർ കണ്ടപ്പോ നമുക്ക് എങ്ങനെയാണോ ഇംപ്രസ് ആയത്, അതുപോലെ തന്നെ ഇത് എല്ലാവരും എനിക്ക് ഇന്ന് കേട്ട ഈ ഒരു ട്രെയിലറിനകത്ത് വന്ന ട്യൂണ് നമുക്ക് അനിരുദ്ധിന്റേതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വേറെ ഒരു ടൈപ്പ് ആണ് പുള്ളി പിടിച്ചേക്കുന്നത്. അത് സൂപ്പർ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം കുറച്ചുപേരൊക്കെ പറയുന്നുണ്ട്, ഇപ്പൊ ദേവരക്കകത്തും അനിരുദ്ധിന്റെ തന്നെ റിപ്പീറ്റ് ബീജമൊക്കെ വരുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഇത് അനിരുദ്ധിന്റെ റിപ്പീറ്റ് സംഭവം, ഇത് വേറെ പരിപാടി തന്നെ. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ രജനീകാന്തിന്റെ സൂപ്പർ സ്റ്റാറിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് അത് എടുത്ത് പറയേണ്ടതാണ്. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ്, ആ ഫൈറ്റ് സീനൊക്കെ കണ്ടു. നമുക്ക് ജയിലറിനകത്ത് ഫൈറ്റ് അധികം കിട്ടിയിട്ടില്ല. പുള്ളി നടന്നു വരുന്നു, വെടിവെക്കുന്നു, അങ്ങനെയുള്ള പരിപാടികളുള്ളായിരുന്നു. ഫിസിക്കലി ഫൈറ്റ് കുറവായിരുന്നു. പക്ഷെ ഇതിനകത്ത് അതിനുള്ള ഉത്തരവുണ്ട്. ഇതിനകത്ത് പുള്ളിയുടെ നല്ല ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ഒരു അടിപൊളി സംഭവം കാണിക്കുന്നുണ്ട്. ഫൈറ്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അമിതാഭ് ബച്ചൻ, അതുപോലെ തന്നെ ബാക്കി എല്ലാവരുടെയും റോള് കുറച്ച് ഷോർട്ട് കാണിക്കുന്നത്, അതെല്ലാം നണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഫൈറ്റ് മാസ്റ്റർ അൻപറിവാണ്. അപ്പൊ അതുകൊണ്ട് അതിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പുതുതായിട്ടുള്ള ഒരു പരിപാടികളൊക്കെ ഇതിനകത്ത് കാണാൻ നമുക്ക് പ്രതീക്ഷിക്കാം.
പിന്നെ മൊത്തത്തില് നല്ല പ്രതീക്ഷയാണല്ലേ. ഒക്ടോബർ 10 വരുന്നുണ്ട്. എന്തുവരും ഗംഭീരമാകട്ടെ. അതെ, എന്തുവരും ഗംഭീരമാകട്ടെ, വലിയ കളക്ഷൻ ആകട്ടെ. പിന്നെ അറിയാം, പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ സിനിമ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട്ടല്ല, മറ്റുള്ള എന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് കളക്ഷൻ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റാർ തന്നെ നമുക്കറിയാവുന്നതാണ്. അപ്പം അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.